അപ്പൊ പൊന്നൂസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോ ഇവിടെ ഉള്ളതേ പിന്നെ മറയൂർ ശർക്കര അത് കാണാൻ വന്നിട്ടാണേ ഉള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വാ കമോൺ. നോക്കണേ, കണ്ടോ ഒരു സ്ഥലത്തുനിന്ന് കരിമ്പിന്റെ ജ്യൂസ് അടിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, എന്നാലും ഇങ്ങനെ കാണിച്ചോ. ഇവര് ഈ കരിമ്പ് ചെത്തി മിനുക്കി എടുത്ത് അതിനെ ഒടിച്ച് ഞുറുക്കി എടുത്തിട്ടാന്ന് തോന്നുന്നു ഇവര് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നമുക്ക് ശർക്കര ഉണ്ടയായിട്ട് കിട്ടുന്ന കേട്ടോ. എന്താ ആ തൊലിയാണ് അവര് അടുപ്പില് തീയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ഇഷ്ടം പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് കരിമ്പ്. കണ്ടോ ഓരോ സ്ഥലത്തുനിന്നും ഓരോ പണി നടന്നുകൊണ്ടിരിക്കുന്നു. തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കാ, നല്ല തിരക്കുണ്ട്. നമുക്കപ്പോ ഇതുണ്ടോ കാണിച്ചു കൊടുത്ത അവരാ ഒരു വലിയ വട്ടത്തില് ഒരു പാത്രമാണ് അത്, അതിനായിട്ട് മാത്രമല്ല അതിൻ്റെ അകത്തിട്ട് അവര് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇപ്പം തിള വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പോയതാന്ന് തോന്നുന്നു. ഒരു പ്രത്യേക സ്മെല്ലും ആട്ടോ അങ്ങോട്ട് വരുമ്പോ. എന്താ അല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് ഓരോന്ന് വരുമ്പോ നമ്മള് അത് വാങ്ങുന്നു, കഴിക്കുന്നു. ആ വെല്ലം ഉരുകുന്നതിന്റെ നല്ല മണം. ഈ സാധനം ഇവരിങ്ങനെ ഇളക്കി വറ്റിച്ചെടുത്ത് അത് ചെറിയ ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കുന്ന കേട്ടോ. ശർക്കരയുടെ ഉണ്ട അത് അവിടെ ഉണ്ട്, അതവിടെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അവര് ഉണ്ട. അത് ചൂടോടെ എടുക്കുമ്പോ അതിൻ്റെതായ ഒരു ഇതും ഉണ്ടാവും, കൈക്കൊക്കെ ശ്രദ്ധിക്കണം. ഈ ചേട്ടനെ കണ്ട, ഈ ചേട്ടൻ ഈ മിഷ്യന്റെ അകത്തേക്ക് കരിമ്പുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് അത് നീരായിട്ട് ഒരു വക്കത്തിലേക്ക് വരും. ആ വക്കത്തിൽ നിന്ന് അത് പൈപ്പാക്കിയിട്ട് ആ ടാങ്കിലേക്ക് പോകും. ആ ടാങ്കിൽ നിന്നാണ് നേരെ ആ വലിയ പാത്രത്തിലേക്ക് പോയിട്ട് ഇവര് ഇതാക്കി എടുക്കുന്ന കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഈ വേസ്റ്റ് ഒക്കെ അവര് ഉണക്കാനിടും. ഉണക്കി കഴിഞ്ഞാൽ അതാണ് ഇവര് വിറകിന് പകരം ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ കരിമ്പ് ജ്യൂസ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന നല്ല ഒറിജിനൽ സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. ടേസ്റ്റ് ചെയ്ത് എത്രയെണ്ണ പറഞ്ഞേ? രണ്ടല്ലേ? ഞാൻ അങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിക്കൂല കേട്ടോ, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ മറയൂർ ശർക്കരയുടെ വിശേഷങ്ങൾ ചെറിയൊരു ഷോർട്ടായിട്ട് കാണിച്ചു തന്ന കേട്ടോ. നമ്മള് വലിച്ചു നീട്ടി പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ മൂന്നാറിലേക്ക് വരുന്നവര് മറയൂരും കൂടെ കണ്ട് ഈ ശർക്കരയുടെ ഇതൊക്കെ കണ്ടിട്ട് അവരെ വാങ്ങി സഹായിക്കുക കേട്ടോ. അവരെ നമുക്ക് ആവശ്യമാവും, നമ്മുടെ ആവശ്യത്തിനുള്ള സാധനം കിട്ടുമല്ലോ. അപ്പൊ നിങ്ങള് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.